കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹോട്ടലിലെ ജീവനക്കാരനായ പശ്ചിമ ബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലെ പ്രമുഖ ഹോട്ടലായ ഇഡ്ലി കഫേയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. വൈകിട്ട് ഏകദേശം ഒരു 4:30യോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 4 പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 4 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാഗാലാൻഡ് സ്വദേശികളായ കൈപ്പോ നുബി, ലുലു, അസം സ്വദേശി യഹ്യാൻ അലി, ഒഡീഷ സ്വദേശി കിരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരങ്ങൾ. 2 പേരെ ജനറൽ ആശുപത്രിയിലും 2 പേരെ ലിസി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്ന് കണ്ടെന്നവർ പറയുന്നു. ഹോട്ടലിലെ ചില്ലുകളടക്കം പൊട്ടി പല സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ച സുമിത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചൂടുവെള്ളം വീണ് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് സുമിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടുക്കള ഭാഗത്ത് നിന്ന് ജോലി ചെയ്തിരുന്നവർക്ക് മാത്രമാണ് പരിക്കേറ്റത്. എന്നാൽ സമീപത്തെ കടയിലേക്ക് തീ പടർന്നിട്ടില്ല. മറ്റാളുകൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ സമീപത്തെ കടകൾ അടച്ചിരിക്കുകയാണ്. വൈകിട്ട് ഏകദേശം ഒരു 4-4:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കടയിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇപ്പോൾ പോലീസ് അവിടെ സുരക്ഷ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. സുമിത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീപിടുത്തത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉച്ചയ്ക്ക് കാക്കനാട് കാർ സർവീസ് സെന്ററിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരുന്നു. സർവീസിന് എത്തിച്ച വാഹനങ്ങൾ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. തൊട്ടടുത്ത് നിരവധി കെട്ടിടങ്ങളുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടർന്നില്ല എന്നാണ് വിവരം. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് വ്യക്തമല്ല. ആർക്കും പരിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. തീപിടുത്തമുണ്ടായ സമയം ജോലിക്കാർ അകത്തുണ്ടായിരുന്നു. അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇഡ്ലി കഫേ എന്ന് പറയുന്ന ഈ ഇടം ധാരാളം ആൾക്കാർ കലൂർ അന്വേഷിച്ചു വരുന്ന, ധാരാളം കസ്റ്റമേഴ്സ് ഡെയിലി ഉള്ള ഒരു ഇടമാണ്. ഏകദേശം 3000-ഓളം പേരാണ് ഒരു ദിവസം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അറിയുന്നു. പലപ്പോഴും അവിടെ IT ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു ഇടമാണ്. അശ്വിൻ ദീപക് എന്ന ഒരു 22 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ്റെതാണ് ഈ കഫേ. അശ്വിൻ ദീപക് 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് പദവി വേണ്ട എന്നുറപ്പിച്ച് സ്വന്തം നാട്ടിൽ ഇഡ്ഡലിയും ദോശയും വിൽക്കുക എന്ന ഒരു ആഗ്രഹത്തോടെയാണ് ഈ ഇഡ്ലി കഫേ എന്ന ഈ രുചിയിടം പരിചയപ്പെടുത്തിയത്. അശ്വിൻ ഡെയിലി കഫേ എന്നും ഇത് വിളിക്കാറുണ്ട്. പുലരി മുതൽ രാത്രി വരെ ധാരാളം പ്രാതൽ വിഭവങ്ങളുമായി നാട്ടുസാധുകൾ നിറയ്ക്കുന്ന ഒരു ഭക്ഷണശാല. ഇത് കഴിഞ്ഞ 7-8 മാസം കൊണ്ട് കൊച്ചിയുടെ ഈറ്റിംഗ് ഔട്ട് മെനുവിൽ മുൻനിരയിലായിരുന്നു. തുറന്ന അടുക്കളയുടെ മുന്നിൽ വലിയ ദോശയുടെ ആകൃതിയിലുള്ള തീന്മേശകൾ കരികിൽ നിന്നുകൊണ്ട് കഴിക്കുന്നവരുടെ ഒരു പുതിയൊരു ട്രെൻഡ് കൂടിയാണ് സൂപ്പർഹിറ്റായി മാറിയത്. രാവിലെ 7 മുതൽ രാത്രി 11 വരെയാണ് ഇവിടുത്തെ പ്രവർത്തനം. ദോശയും പുട്ടും അങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള വിഭവങ്ങളാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്. വിദ്യാർത്ഥികളും IT പ്രൊഫഷണലുകളും സിനിമാ താരങ്ങളും ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരും ഒക്കെ തേടിയെത്തുന്ന ഒരു ഇടമാണ് ഇവിടം. എന്തായാലും ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു അപകടം അശ്വിനെയും അശ്വിൻ്റെ കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ്. 4 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് അറിയുന്നു. ഇവരെ പലപ്പോഴും ഈ ഇത്തരക്കാരെ, അതായത് പുറത്തു നിന്നുള്ള ആൾക്കാരെ, നാഗാലാൻഡും അസമിൽ നിന്നുമുള്ളവരാണ് അധികവും ഇവിടുത്തെ ജീവനക്കാർ. അതും ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് പാചകവും ആതിഥേയ മര്യാദകളും തീന്മേശ രീതികളും ഒക്കെ പരിശീലിപ്പിച്ചത് അശ്വിൻ തന്നെയാണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.